കേരള കർഷക സംഘം ജില്ലാ സമ്മേളനം 10, 11 തീയതികളിലായി തൃത്താല ഏരിയയിലെ വാവന്നൂരിൽ ഡാമിയോ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ എം സ്വരാജ്, അഡ്വക്കേറ്റ് എം വിജയകുമാർ, വത്സൻ പാനോളി, CK രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ശനിയാഴ്ച സമ്മേളന പതാക ദിനമായി ആചരിച്ചു. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക വിളയൂരിൽ സഖാവ് സേതാലിക്കുട്ടി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ജാഥയായി കൊണ്ടുവരും. സഖാവ് ജോസ് മാത്യൂസ് ക്യാപ്റ്റനായ ജാഥ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസന്നൻ ആഗസ്റ്റ് 9 ഉദ്ഘാടനം ചെയ്യും. കൊടിമര ജാഥ ഷൊർണൂർ നെടുങ്ങോട്ടൂരിൽ സഖാവ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രബോസ് ആണ് ക്യാപ്റ്റൻ. 2 ജാഥകളും ആഗസ്റ്റ് 9-ന് 6:30-ന് വാവന്നൂരിൽ സമാപിക്കും. ഓഗസ്റ്റ് 2-ന് വൈകിട്ട് 5 മണിക്ക് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്ന സെമിനാറിൽ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി സഖാവ് വിജു കൃഷ്ണൻ, കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് K ജയദേവൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. സെമിനാറിന് ശേഷം കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ അവരുടെ പുതിയ നാടകമായ മിസ അവതരിപ്പിക്കും. ഓഗസ്റ്റ് 5-ന് പടിഞ്ഞാറങ്ങാടി സെന്ററിൽ വെച്ച് നടക്കുന്ന വർഗീയ വിരുദ്ധ സെമിനാർ പ്രൊഫസർ KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘം ജില്ലാ സെക്രട്ടറി സഖാവ് MR മുരളി, CITU ജില്ലാ പ്രസിഡന്റ് സഖാവ് PN മോഹനൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 6-ന് കപ്പൂരിൽ വെച്ച് പ്രദർശന കാളപ്പൂട്ട് നടക്കും. ഓഗസ്റ്റ് 8-ന് രാവിലെ 10 മണിക്ക് കറുകപുത്തൂരിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സെമിനാർ സുനിൽ P ഇളയിടം ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസന്നൻ പങ്കെടുക്കും. ഓഗസ്റ്റ് 7 മുതൽ 10 വരെയുള്ള തീയതികളിൽ കൂറ്റനാട് പുഷ്പ ഫലവൃക്ഷത്തായി പ്രദർശന വിപണന മേളയും നടക്കും. സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 350ഓളം പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MR മുരളി, സംഘാടക സമിതി ചെയർമാൻ TP മുഹമ്മദ്, ജില്ലാ നിർവാഹക സമിതി അംഗം A കൃഷ്ണകുമാർ, ഏരിയ സെക്രട്ടറി PK ബാലചന്ദ്രൻ, പ്രസിഡന്റ് KA ഷംസു എന്നിവർ പങ്കെടുത്തു. നിലയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ സമ്മേളനം നടക്കുന്ന ഈ സന്ദർഭം അഖിലേന്ത്യാ കിസാൻ സഭയുടെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഇന്ത്യയിൽ കർഷക പ്രസ്ഥാനം രൂപം കൊണ്ട് 90 വർഷം തികയുന്ന വർഷമാണ്. ഇന്ത്യയിലാകെ വലിയ കർഷക സമരങ്ങൾക്ക് സാക്ഷിയാവാൻ പോവുകയാണ് ഇന്ത്യ രാജ്യം. ഒരു കൊല്ലക്കാലം നീണ്ടു നിന്ന സമരങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ വീണ്ടും ശക്തമായ സമരം ആരംഭിക്കാൻ കഴിഞ്ഞ 29-ാം തീയതി ഡൽഹിയിൽ ചേർന്ന സംയുക്ത കർഷക സംഘടനകളുടെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഭാഗമാണ് കേരളത്തിലെ കർഷക സംഘം. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ജില്ലാ സമ്മേളനം. ജില്ലാ സമ്മേളനത്തിൽ ജില്ലയിൽ ഉള്ള 5.5 ലക്ഷം കർഷക സംഘം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 350 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് നടക്കുക. ജില്ലയെ ബാധിക്കുന്ന കാർഷിക പ്രശ്നങ്ങൾ, ജില്ലയിലെ കർഷകരെ ബാധിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, കർഷക സംഘം സംഘടനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം വളരെ വിശദമായി സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് പാലക്കാട് ജില്ലാ സമ്മേളനം. കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. കാർഷിക മേഖല എന്ന നിലയിലെടുത്താൽ വിഭിന്നമായ കാർഷിക സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ സമ്പന്നമായൊരു കാർഷിക സംസ്കാരമുള്ള സ്ഥലം കൂടിയാണല്ലോ പാലക്കാട്. ആ പാലക്കാടിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ പരിശോധന സമ്മേളനത്തിൽ നടക്കും. ജില്ലയിലെ കാർഷിക മേഖലയുടെ മുന്നോട്ട് പോക്കിന് സഹായകമാകുന്ന നിർദ്ദേശങ്ങളും പദ്ധതികളുമൊക്കെ സമ്മേളനം ആസൂത്രണം ചെയ്യും. സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ധാരാളം പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാളെ നടക്കുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ പങ്കെടുക്കുന്ന കർഷക സെമിനാർ. ഇന്ത്യയിലെ ഇന്നത്തെ കാർഷിക മേഖലയിലെ സ്ഥിതിയും കാർഷിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷകരുടെ ചെറുത്തുനിൽപ്പും ഇതേ സംബന്ധിച്ചുള്ള ഒരു വിഷയം വെച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് നാളെ നടക്കുന്നത്. ഡോക്ടർ വിജു കൃഷ്ണൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘ നേതാക്കളായിട്ടുള്ള CK രാജേന്ദ്രൻ മുൻ MLA, K ജയദേവൻ
എന്നിവർ ആ പരിപാടിയിൽ പങ്കെടുക്കും. 5-ാം തീയതി പടിഞ്ഞാറങ്ങാടിയിൽ നടക്കുന്ന കർഷക സമ്മേളനം, അത് കർഷക സമ്മേളനം എന്നതോടൊപ്പം തന്നെ കർഷകരെ കൂടി ബാധിക്കുന്ന വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയം വെച്ചുകൊണ്ടാണ്. ഡോക്ടർ ജലീലാണ്, കെ ടി ജലീലാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കർഷക സംഘത്തിൻ്റെയും മറ്റ് ബഹുജന സംഘടനകളുടെയും നേതാക്കൾ അവിടെ പങ്കെടുക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലുള്ള സജീവമായ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന ഒരു സമ്മേളനം 8-ാം തീയതി രാവിലെ കറുകവത്തൂരിൽ നടക്കും. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ചിന്തകനും പണ്ഡിതനും പ്രഭാഷകനുമൊക്കെയായ ഡോക്ടർ സുനിൽ പി ഇളയിടം ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദർശനം, കാർഷിക വിപണന പ്രദർശന മേള 7-ാം തീയതി മുതൽ കൂറ്റനാട് നടക്കും. 10-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് ആ പ്രദർശനം. 10-ാം തീയതി രാവിലെ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എം സ്വരാജാണ്. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ മന്ത്രി കൂടിയായ എം വിജയകുമാർ, ജനറൽ സെക്രട്ടറി വത്സൻ പനോളി തുടങ്ങിയിട്ടുള്ള സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു.